ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ഹെൽത്തി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റ് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന്. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പൊടി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. നമുക്കത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു 4 ചെറിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ച് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ജീരകമൊക്കെ എല്ലായിടത്തും ആവുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടാണ്, അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി നന്നായിട്ട് വാടിക്കിട്ടും. ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഡ്രൈ ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നീട്ടിയെടുത്തിട്ട് ഒരേപോലെയുള്ള ബോൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. ഇനി 2 സവോള ചെറുതായിട്ട് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞതാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നിങ്ങൾക്ക് മല്ലിയില ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പം എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് ഉടച്ച്
നന്നായിട്ട് ഉടച്ച് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിലേക്ക് കിട്ടണം. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിൽ നിന്ന് വാങ്ങി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കണം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതേ വലുപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 20 ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 1/2 കപ്പ് ബസുമതി അരി 1 മണിക്കൂർ കുതിർത്തിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് അരി ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഈ അരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ചെറിയ അരി ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. 1 മണിക്കൂർ കുതിർത്തി എടുത്താൽ മതിയാവും. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ നീളമുള്ള അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരിയുടെ ഈ അരിപ്പൊടിയുടെ ഈ ബോൾസ് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് കൈ കുറച്ചൊന്ന് നനച്ചതിന് ശേഷം വേണം നമ്മളിതിങ്ങനെ പരത്താനായിട്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലയുടെ ആ ബോൾ നമുക്കൊന്ന് ഇതിൽ വെക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മാത്രം മതി. കൂടുതലായിട്ട് റോൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പത്തിരി പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മസാലയുടെ ബോൾ ഇതിൽ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ അരിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിലുള്ള ആ അരിയൊക്കെ നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന അരിയൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലുള്ള ആ മസാലയുടെ ഫില്ലിങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന ഈ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മസാലകളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്വീറ്റ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ.